സൗദി എയർലൈൻസിന്റെ നെടുമ്പാശ്ശേരി റിയാദ് വിമാനം റദ്ദാക്കി. രാത്രി 8:30 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് റദ്ദാക്കിയത്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് സർവീസ് റദ്ദാക്കിയതെന്ന് വിശദീകരണം. മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയതിൽ യാത്രക്കാർ പ്രതിഷേധിക്കുകയാണ്. ഷബാസ് അഹമ്മദ് നൽകും വിശദാംശങ്ങൾ. ഷബാസ്, യാത്രക്കാരെ വലച്ചുകൊണ്ടുള്ളതാണ് തീരുമാനം, പക്ഷേ കാലാവസ്ഥയെ തുടർന്നാണ് ഈ സർവീസ് റദ്ദാക്കിയതെന്നുള്ളതാണ് വിശദീകരണം. ഈ യാത്രക്കാർക്ക് വേണ്ട ഇതിനുശേഷം മറ്റ് വിമാനങ്ങൾ സർവീസുകൾ ഒരുക്കി കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനമുണ്ടോ? ശ്രുതി, ഇന്ന് രാത്രി 8:30 റിയാദിലേക്ക് പോകേണ്ടിയിരുന്ന സൗദി എയർലൈൻസിന്റെ വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. SV774 എന്ന സൗദി എയർലൈൻസിന്റെ വിമാനമാണ് റദ്ദാക്കിയത്. മിഡിൽ ഈസ്റ്റിലെ മോശം കാലാവസ്ഥ മൂലമാണ് വിമാനം റദ്ദാക്കിയത് എന്ന വിശദീകരണമാണ് ഈ എയർലൈൻസ് അധികൃതർ ഇതുവരെ നൽകിയിട്ടുള്ളത്. യാത്രക്കാർക്ക് റീഫണ്ടോ റീഷെഡ്യൂളോ നൽകാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 22-ാം തീയതി ഈ യാത്രക്കാരെ പകരം മറ്റൊരു വിമാനത്തിൽ കൊണ്ടുപോകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ മുന്നറിയിപ്പില്ലാത്ത ഇത്തരത്തിൽ വിമാനം റദ്ദാക്കിയതോടെ എയർപോർട്ടിൽ നിരവധി യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന യാത്രക്കാരുണ്ട്. ഒപ്പം നാളെയും മറ്റന്നാളുമായി സൗദിയിലേക്ക് എത്തേണ്ട യാത്രക്കാരുണ്ട്, അല്ലെങ്കിൽ ജോലി പോകുമെന്ന സാഹചര്യത്തിലുള്ളവരുണ്ട്. അത്തരക്കാർക്കൊക്കെ മറ്റൊരു സൗകര്യം, പകരം ഒരു യാത്രാ സൗകര്യം ഒരുക്കാൻ ഇതുവരെ എയർലൈൻസ് തയ്യാറായിട്ടില്ല. 22-ാം തീയതി പകരം വിമാനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി യാത്രക്കാരാണ് ഇപ്പോൾ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആ യാത്രക്കാരൊക്കെ നേരിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി പേർ 8:30 തന്നെ വിമാനത്തിനകത്ത് കയറാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വിമാനം റദ്ദാക്കിയെന്നൊരു അറിയിപ്പ് വരുന്നത്. ആദ്യം ഇന്ധനത്തിന്റെ പ്രശ്നമാണെന്ന് അറിയിക്കുന്നു. പിന്നീട് ഷബാസ് ഒന്ന് തുടരുക. ഇപ്പോൾ ഒരു യാത്രക്കാരി ഷൈമ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ഷൈമ, കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ റദ്ദാക്കിയെന്ന് എപ്പോഴാണ് അറിയിച്ചത്? റദ്ദാക്കിയെന്ന് ഞങ്ങള് 8 മണിക്കാണ് ഞങ്ങൾക്ക് ഫുഡ് തന്നിട്ടാണ് പറയുന്നത് റദ്ദാക്കിയെന്ന്. അതിനു മുമ്പ് വരെ ഇപ്പൊ ഓക്കെ ആവും എന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് 8 മണിക്കാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. 8:20 ഫ്ലൈറ്റ് എടുക്കുന്നത്. 8 മണി വരെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങളോട്. ഈ കാലാവസ്ഥ മോശം എന്നുള്ള ഒരു കാര്യം തന്നെയാണോ അവർ അറിയിച്ചത്? എന്താണ് ഈ റദ്ദാക്കൽ? ആദ്യം ഞങ്ങൾ ഫസ്റ്റ് 5:30 മണിക്ക് ഞങ്ങൾ കയറുമ്പോൾ പറഞ്ഞത് ഫ്യൂവൽ ഇഷ്യൂ എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. പിന്നെയാണ് പറയുന്നത് കാലാവസ്ഥ എന്ന്. പക്ഷേ സൗദിയുടെ ഗസ്റ്റ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫ്യൂവൽ ഇഷ്യൂ ആണെന്നാണ്, കാലാവസ്ഥയുടെ അല്ല. അത് മാത്രമല്ല, സൗദി എയർലൈൻസ് ഒഴികെ ബാക്കി എല്ലാ ഫ്ലൈറ്റുകളും പോകുന്നുണ്ട്. ഷൈമ, ഇപ്പോഴും വിമാനത്താവളത്തിൽ തുടരുകയാണോ? വിമാനത്താവളത്തിൽ, അതെ. അവിടെ നിന്ന് വിമാന കമ്പനി ഏതെങ്കിലും മറ്റു വിമാനങ്ങൾ ഉടൻ തന്നെ സജ്ജമാക്കാമെന്നോ അല്ലെങ്കിൽ റീഫണ്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? റീഫണ്ടുമായി ബന്ധപ്പെട്ടത് ഓരോരുത്തർക്ക് ഡേറ്റ് ഇതാക്കി മെയിൽ വന്നിട്ടുണ്ട്, ടിക്കറ്റ് 22-ാം തീയതിയൊക്കെ. പക്ഷേ ഓരോരുത്തർക്ക് ഇപ്പൊ എന്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 26-ാം തീയതി റീ എൻട്രി തീരുകയാണ്. 22-ാം തീയതി എനിക്ക് അവിടെ ചെന്നില്ലെങ്കിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടു പോകും. അതുപോലെ കുട്ടികളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. എത്ര പേർ ഇപ്പോൾ വിമാനത്താവളത്തിലുണ്ട്? ഇവരെല്ലാവരും ഇതേപോലെയുള്ള പ്രതിസന്ധിയിലാണോ ഇപ്പോഴും? അതെ. കൊച്ചു കുട്ടികളടക്കം ഉള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഓക്കെ ഷൈമ, വളരെ നന്ദി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഷൈമയാണ്, യാത്രക്കാരിയാണ്, അവിടെ നിന്ന് ചേർന്നത്. ഇപ്പോൾ വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഷബാസിലേക്ക് വീണ്ടും പോവുകയാണ്. ഷബാസ്, ഈ മുന്നറിയിപ്പില്ലാതെ കൃത്യമായ മുന്നറിയിപ്പ് നൽകാതെ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്, റദ്ദാക്കിയ വിവരം അറിയിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്. ശ്രുതി, കമ്പനി നൽകുന്ന വിശദീകരണത്തിൽ മിഡിൽ ഈസ്റ്റിലെ കാലാവസ്ഥ മൂലമാണ് വിമാനം റദ്ദാക്കിയത് എന്നൊരു വിശദീകരണമാണ് കമ്പനി നൽകുന്നത്. പക്ഷേ ഈ യാത്രക്കാരോട് അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷന് മുൻപ് നടന്നിട്ടില്ല. 8 മണിക്ക് അവർക്ക് ഭക്ഷണം കൊടുത്തു. അതിനുശേഷം വിമാനം ഉടൻ പുറപ്പെടുമെന്ന് തന്നെയാണ് അവരെ അറിയിച്ചിരുന്നത്. അത്തരത്തിൽ യാത്രക്കാർ പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അരമണിക്കൂറിനകം തന്നെ വിമാനം റദ്ദാക്കി എന്നൊരു അറിയിപ്പ് വരുന്നത്. ആദ്യഘട്ടത്തിൽ അവർക്ക് ലഭിച്ചത് ഇന്ധന പ്രശ്നം മൂലമാണ്, സൗദി എയർലൈൻസിന് ഉള്ള ഇന്ധന പ്രശ്നം മൂലമാണ് വിമാനം റദ്ദാക്കിയത് എന്നായിരുന്നു. പിന്നീട് അത് കാലാവസ്ഥാ പ്രശ്നമാണെന്ന വിശദീകരണം അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്നു. പിന്നീട് അടുത്ത ഘട്ടത്തിലാണ് വീണ്ടും ഇന്ധന പ്രശ്നമാണോ എന്നൊരു സംശയം പല ഭാഗത്തു നിന്ന് വരുന്നത്. അത്തരത്തിൽ എന്തിനാണ് വിമാനം റദ്ദാക്കിയത് എന്ന് പോലും മനസ്സിലാകാതെ നിരവധി യാത്രക്കാരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനകത്ത് ഇപ്പോഴും തുടരുന്നത്. കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവരുണ്ട്, മറ്റു കുട്ടികളുമായി എത്തിയവരുണ്ട്, ദൂരത്തു നിന്ന് വന്ന് ബന്ധുക്കളെ തിരിച്ചു പറഞ്ഞയച്ച ആളുകളുണ്ട്. പലരുടെയും കയ്യിൽ തിരിച്ചു പോകാനുള്ള പണമില്ല. കാരണം ഈ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര പോകുന്നത് കൊണ്ട് തന്നെ ഈ പണമൊക്കെ ബന്ധുക്കളുടെ കയ്യിൽ കൊടുത്തുവിട്ട്
ബന്ധപ്പെട്ടവരുണ്ട്. അത്തരത്തിൽ നിരവധി പേരാണ് ഈ രാത്രി അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അവർക്കൊക്കെ 22-ാം തീയതിയിലേക്ക് കമ്പനി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും കമ്പനി നൽകിയിട്ടില്ല. ഒപ്പം ഇപ്പോൾ നേരത്തെ ഷൈമ സംസാരിച്ചതുപോലെ ജോലി നഷ്ടപ്പെടുമെന്ന സാഹചര്യമുള്ളവരുണ്ട്. അതിൽ നിരവധി പ്രതിസന്ധികൾ നേരിടുന്നവരുണ്ട്. അവർക്കൊക്കെ ഏത് സഹായമാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന കാര്യത്തിലും ഇതുവരെ ഒരു വിശദീകരണവും നൽകാൻ കമ്പനി തയ്യാറായിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു വലിയൊരു പ്രതിഷേധത്തിലേക്ക് യാത്രക്കാർ കടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നിരവധി പേർ ഇപ്പോഴും വിമാനത്താവളത്തിനടുത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാം. കാരണം 22-ാം തീയതിയിലേക്ക് ഇനിയും ദിവസമുണ്ട്. അപ്പോൾ അതുവരെ റിയാദ് വിമാനമാണ് റദ്ദാക്കിയത്. കാലാവസ്ഥയാണ് വിഷയമെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല ഷൈമ എന്ന യാത്രക്കാരി അടക്കം പറയുന്നത്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് യാത്രക്കാർ നേരിടുന്നത്. വിവരങ്ങളാണ് ഷഹബാസ് അഹമ്മദ് നൽകിയത്.